ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. നമ്മുടെ ചാനലിൽ 2 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ബാംഗ്ലൂർ വീടും അവിടെയുള്ള ടെറസ് ഗാർഡനും നമുക്ക് ഒത്തിരി ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഇതെന്ന് പറയുന്നത് ബട്ടർ ഫ്രൂട്ടാണ്, നമ്മുടെ അവോക്കാഡോ. ഇത് പ്രഗ്നൻസിയിലൊക്കെ ഒത്തിരി നല്ലതാണ്, അല്ലാതെയും എല്ലാവർക്കും ഒത്തിരി നല്ലതാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നും നല്ലതാണ്, ഉള്ളി കഴിച്ചാൽ നമുക്ക് ഒത്തിരി നല്ലതാണ്. അതുപോലെ നമുക്ക് മുരിങ്ങയുടെ ട്രീ ഉണ്ട്, പിന്നെ നമുക്ക് മാവുണ്ട്, പ്ലാവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് ചെടിയൊക്കെ കാണലുണ്ട്. അപ്പം ചിലർ ചോദിക്കും, ഇത് നല്ല ചെടിയുണ്ടല്ലോ എന്നൊക്കെ. ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ മാവിൻ്റെ മുകളിൽ കൂടെ കയറ്റി വിട്ടിരിക്കുന്ന കുരുമുളകിൻ്റെ ചെടിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒത്തിരി സ്ഥലമില്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ അമ്മ ഇതുവരെ വന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞപ്പം ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റ് എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞു തന്ന അമ്മയാണ് കേട്ടോ. 2 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയുടെ ഒരു ടേസ്റ്റി ആൻഡ് സ്പെഷ്യൽ ചക്ക റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ അത്യാവശ്യം നല്ല മൂത്ത ചക്ക മുളകൊന്നും ഇല്ലാതെ വേവിച്ച് വേറൊരു സ്പെഷ്യൽ ചട്നിയുടെ കൂടെ കഴിക്കുന്ന ഒരു അസാധ്യ ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഇവിടെ എല്ലാവർക്കും ചക്ക ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷം കണ്ട അമ്മയുടെ മുഖത്ത്. ഇനി മുകളിൽ നമുക്കിനി 4 ചക്കയും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. ഈ വർഷം നമുക്കൊരു 25-നടുത്ത് ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ താഴെ ഉള്ള ചക്ക നമ്മളിങ്ങനെ പതുക്കെ മൂടിയിടും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ടെറസിൽ വന്ന് അവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടെറസിൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പനിക്കൂർക്കയുണ്ട്. പിള്ളേർക്കൊക്കെ ഒത്തിരി നല്ലതാണല്ലോ, എന്തെങ്കിലും ജലദോഷമൊക്കെ വന്നാൽ കൊടുക്കാനൊക്കെ. ഇത് നമ്മുടെ ടെറസിൽ തന്നെയുള്ള ചെറുനാരകമാണ് കേട്ടോ. നമ്മൾ ചക്ക മുറിച്ച് കഴിയുമ്പോൾ അത് അമ്മ കണ്ടുപിടിച്ചത് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി അതിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുളഞ്ഞൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യെ പറ്റാതെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അമ്മ ഇപ്പം ഭയങ്കര എക്സ്പേർട്ടാണ് ചക്കയൊക്കെ വെട്ടാനൊക്കെ. വീഡിയോ മാത്രം എടുക്കാതെ അമ്മേനെ പോയി സഹായിക്കൂ കുട്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ കൈ ഞാനിവിടെ പ്രൂഫിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ടെറസിൽ ബാക്കി ചെടികൾ നോക്കാം. ഇപ്പം അമ്മ എടുക്കുന്നത് അത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതുപോലെ ഇവിടെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട്. പിന്നെ താഴെ നമ്മൾ ഒത്തിരി മരങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒത്തിരി വലുതായി. ഇത് നമ്മുടെ വീട് 2000-ൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മരങ്ങളൊക്കെ നല്ല വലുതായി. അപ്പോൾ നമുക്ക് ടെറസിൽ നിന്ന് തന്നെ പറിക്കാം. ഇതൊക്കെ അമ്മയുടെ ഒരു ടെറസ് ഗാർഡനാണ് കേട്ടോ. ചീരയും മുളകും കൈത പയർ അങ്ങനെ നമുക്ക് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ടബിൽ വാഴ വെച്ചിട്ട് നമുക്ക് 2 വാഴക്കൊലയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം അത് ഇല്ല, ഇനി പുതിയത് വെക്കണം. ഇതാണ് നമ്മുടെ ബട്ടർ ഫ്രൂട്ട്. നമ്മൾ താഴെ കണ്ടില്ലേ, സെയിം നമുക്ക് ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിക്കാം. എസ്പെഷ്യലി നമുക്ക് മാങ്ങയൊക്കെ 100% നമുക്ക് മുകളിൽ നിന്ന് തന്നെ പറിക്കാം കേട്ടോ. ഇപ്പോൾ ചക്ക വേവിക്കുമ്പോൾ എന്തിനാണ് മുരിങ്ങയില എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ, പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ തെങ്ങാണ്. ചില വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പം വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തെങ്ങ് പോകുന്ന കാണാം. ആ തെങ്ങ് ടെറസിൽ വന്നതാണ്. ഇത് നമ്മുടെ കറിവേപ്പിലയാണ്, അതിന് വന്നതാണ്. അങ്ങനെ നമുക്ക് അത്യാവശ്യം പനിക്കൂർക്ക, അതുപോലെ ചെറിയ ചെടികൾ, കറ്റാർ വാഴ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് പച്ചമഞ്ഞളും പാവലും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു പപ്പായയുടെ ട്രീയും ഉണ്ട്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ചകിണിയെല്ലാം കഴിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ ചക്ക നല്ല റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അമ്മ വെച്ചതാട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത്. ഇനി നമുക്ക് അരിയുമ്പോൾ ഇത് അത്യാവശ്യം ചക്ക നല്ല മൂത്തത് കൊണ്ട് തന്നെ നമ്മൾ കീന്തിയല്ല, നമ്മൾ അരിഞ്ഞാണ് വേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റൗണ്ടിലാണ് അരിയുന്നത്. അപ്പം നമ്മളെല്ലാവരും നന്നായിട്ട് അരിയുന്നുണ്ട് പെട്ടെന്ന്. അങ്ങനെ ഒരു ചക്ക ഫുള്ള് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമുക്കത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അതിനു വേണ്ടി അരമുറി തേങ്ങ ചിരവിയതിലേക്ക് ഉപ്പും ഒഴിച്ച്
കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി എടുക്കുക കേട്ടോ. അപ്പം കുറച്ച് തേങ്ങാപ്പാൽ അതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അത് നമ്മൾ ഇതിനു വേണ്ടി വേവിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, 2 സവോള, ഇത്രയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഇതെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിലിപ്പം നമ്മൾ മുഴുവൻ ചക്ക ഇട്ടിട്ടില്ല, മുക്കാലേ ഇട്ടിട്ടുള്ളൂ. ഒരു ചക്കയുടെ മുക്കാൽ ഭാഗം ഇട്ടുള്ളൂ, ബാക്കി നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ നേപ്പിനെ വേണ്ട, നേപ്പിൽ നിന്ന് കുറച്ച് താഴെ മതി. അങ്ങനെ അടച്ച് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് 10 മിനിറ്റ്സ് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചക്ക നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും. നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ച ചക്ക നമുക്ക് എക്സ്ട്രാ വരുവാണ് ഇതുപോലൊരു സിപ്ലോക്കിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ അത് എത്ര മാസം വേണമെങ്കിലും കേടാവാതിരിക്കും കേട്ടോ. എടുത്ത് വയ്ക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമാണ് കേട്ടോ, പിന്നെ കഴിക്കാമല്ലോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ കുക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് കൂട്ടാനുള്ള ചട്നി എടുക്കാം. അതിനുവേണ്ടി ഒരു സവോള, 4 പച്ചമുളക്, കറിവേപ്പില, ഒരു 1/4 തേങ്ങ, ഇത്രയും ഇട്ട് നന്നായിട്ട് അരക്കിയെടുക്കുക. ഇത് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ എടുത്ത മുരിങ്ങയില യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് ഉള്ളി നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു മുരിങ്ങയില ചേർക്കാം കേട്ടോ. ഈ മുരിങ്ങയില ചട്നിയിൽ വരുമ്പം അസാധ്യ ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ആ ഒരു ചേരുവ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നീട്ടി നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പോൾ അങ്ങനെ എല്ലാം ഇന്ന് റെഡിയായിട്ടുണ്ട്. ചക്ക റെഡിയായി, ചിക്കൻ റെഡിയായി, അതിന് കൂട്ടാനുള്ള ചട്നി റെഡിയായി. ഇനിയിപ്പോൾ അമ്മ വിളമ്പുക കേട്ടോ. നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത്. നമ്മൾ സാധാരണ ചക്ക വേവിക്കുന്നത് ചക്ക കീന്തി അതിൽ മുളകും അരപ്പും എല്ലാം ഇട്ടിട്ടാണ്. പക്ഷേ ഇത് ഒത്തിരി നല്ല മൂത്ത ചക്ക അരിഞ്ഞ് വേവിച്ച് വെക്കുന്നതാണിത്. ഇത് ചില സ്ഥലങ്ങളിൽ കുഴിച്ചക്ക എന്ന് പറയും, കാരണം നമ്മളിത് വിളമ്പിയിട്ട് കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് ചട്നി വിളമ്പുന്നുണ്ട്. ആദ്യം നമുക്ക് അമ്മയെക്കൊണ്ട് തന്നെ ടേസ്റ്റ് നോക്കാം കേട്ടോ. അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ, എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ. അതുപോലെ തന്നെ ജുവാനാണേലും മോനാണേലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ചക്ക കഴിക്കാൻ. ജുവാനാണെ ചക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി വരും. അങ്ങനെ അയ്യ, ജുവാനും ഇഷ്ടമായി. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ടേസ്റ്റ് നോക്കാം കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാൻ പറയുമ്പോഴും എൻ്റെ വായിൽ വെള്ളം വരും, അത്ര ടേസ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ചക്കയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ബാംഗ്ലൂരത്തെ വീടും. നമുക്ക് 2 lakh സബ്സ്ക്രൈബേഴ്സായി. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.